സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽക്ക് അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ രാജഭരണം നിലനിന്ന കാലം മുതൽക്ക് വൈദ്യുതി മിച്ചം ഉണ്ടായിരുന്ന പ്രദേശമാണ് നമ്മുടെ കേരളം. കാരണം പള്ളിവാസൽ പോലെയുള്ള ജലവൈദ്യുത പദ്ധതികളൊക്കെ അതിന് മുമ്പ് തന്നെ പൂർത്തീകരിച്ചു. വൈദ്യുതി ഇവിടെ സുഭിക്ഷമായിരുന്നു. 1975-76 കാലത്ത് ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതി കൂടി പൂർത്തിയായതോടുകൂടി ഇവിടെ വൈദ്യുതിയുടെ ഒരു വലിയ ഉത്സവമായിട്ട് മാറി. കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഉണ്ടാവും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷേ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മഹാരാജ രാജശ്രീ ആർ ബാലകൃഷ്ണപിള്ള കേരളത്തിൽ വിദ്യുച്ഛക്തി മന്ത്രിയുമായിരുന്ന ആ കാലത്ത് ഇവിടെ ലോഡ് ഷെഡിങ് ഉണ്ടായി, പവർ കട്ടുണ്ടായി, വ്യവസായങ്ങൾക്കടക്കം വൈദ്യുതി കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. പല വ്യവസായശാലകളും എൻ്റെ അച്ഛൻ ജോലി ചെയ്ത ആലുവയിലെ FSCT അടക്കം ലേ ഓഫ് എന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് തിരുവനന്തപുരത്ത് കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ശ്രമം നടന്നത്. ശ്രമം ഗംഭീരമായിരുന്നു, പക്ഷേ മഴ പെയ്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല തമാശകളും അരങ്ങേറിയത് ആ സമയത്താണ്. പിന്നീട് വളരെ കാലത്തേക്ക് കേരളം വൈദ്യുതി കമ്പി സംസ്ഥാനമായിട്ട് മാറി. പിന്നെ സഖാവ് AK ബാലൻ വൈദ്യുശക്തി മന്ത്രിയും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന സമയത്താണ് ഈ ദുസ്ഥിതിക്ക് ഒരു പരിഹാരം ഉണ്ടായത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ജലവൈദ്യുതി പദ്ധതി കൊണ്ടല്ല, അപ്പോഴേക്കും കേന്ദ്ര ഗവൺമെൻറ് വിഭാവന ചെയ്ത ഈ താപനിലയങ്ങളെല്ലാം പ്രവർത്തനക്ഷമമായി. രാമകുണ്ടത്തുനിന്ന് മറ്റുമൊക്കെ കേന്ദ്ര പൂളിൽ വൈദ്യുതി വരാൻ തുടങ്ങി. അതുകൂടി വൈദ്യുതി സുഭിക്ഷമായി. പിന്നെ ഇങ്ങോട്ട് ലോഡ് ഷെഡിങ് ഉണ്ടായിട്ടില്ല, പവർ കട്ടും ഉണ്ടായിട്ടില്ല, വൈദ്യുതിക്ക് യാതൊരു മുടക്കോ പൂട്ടോ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ KSEB ജീവനക്കാരുടെ പ്രവർത്തന ശൈലിയിൽ തന്നെ വലിയ മാറ്റം. പണ്ടൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പലചരക്കടയിൽ ഒരു വലിയ രജിസ്റ്റർ വെച്ചിട്ടുണ്ട്, അതിലെഴുതി വയ്ക്കാൻ മാർഗമുള്ളൂ. അല്ലെങ്കിൽ കറണ്ട് ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, അത് ഈ കറക്കുന്ന ഫോണാണ്, എത്ര തവണ കറക്കിയാലും ഇത് കിട്ടുകയില്ല. മാത്രമല്ല അത്താടിയിലെ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഈ ഫോൺ എല്ലായ്പ്പോഴും ഹുക്കിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുകയായിരിക്കും, എത്ര വിളിച്ചാലും കിട്ടില്ല. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ നിലവിൽ ഫോൺ എടുക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു സന്ദേശം എനിക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള തമാശകളൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ്. കറണ്ട് പോയ വഴിയാണ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപൂർവ അവസരങ്ങളിൽ 2 ആഴ്ച കഴിഞ്ഞ് വന്ന സംഭവം ഉണ്ടായിട്ട്. പക്ഷേ നമ്മളതൊക്കെ ശീലമായി. ഇപ്പം അത് പറ്റില്ല. ഇപ്പോൾ കറണ്ട് പോയാൽ 10 മിനിറ്റകത്ത് വരണം. പൊതുവേ വരാറുണ്ട്, അങ്ങനെ പോയ വഴി പോകുന്ന പോക്ക് ഇപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ വിദ്യുച്ഛക്തി ബന്ധം നിലച്ചാൽ ഉടനെ അസ്വസ്ഥരാകും. ഈ സമീപ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം നമുക്കറിയാം. രാത്രി 12 മണിക്കാവും, 1 മണിക്കൊക്കെ ആവും, പെട്ടെന്ന് വിദ്യുച്ഛക്തി നിലയ്ക്കും. ചൂടാണെങ്കിൽ അതിഭയങ്കരമാണ്. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഈ വർഷം അതിഭയങ്കരമായ ചൂടാണ്. വേനൽക്കാലം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഇതുപോലത്തൊരു ചൂടുകാലം ഉണ്ടായിട്ടില്ല. ഉഷ്ണമാണ്, അത്യുഷ്ണമാണ്. അപ്പോൾ അത്യുഷ്ണത്തിൽ ജനങ്ങൾ സഹിയായിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിദ്യുച്ഛക്തി ബന്ധം നിലക്കുന്നത്. വീടുകളിലൊന്നും വിശറിയുമില്ല. പണ്ടൊക്കെ നമ്മൾ ശിവരാത്രിക്ക് പോകുമ്പോൾ മണപ്പുറത്തുനിന്ന് ഈ പനയോല കൊണ്ടുള്ള വിശറി വായിക്കും. കറണ്ട് കിടക്കുമ്പോൾ അടുത്ത് വയ്ക്കും. കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ ഇതെടുത്ത് വീശും. കുറച്ച് നേരം വീശുമ്പോൾ ക്ഷീണം കൊണ്ടും ഉറക്കം വന്നിട്ട് ഉറങ്ങിപ്പോവും. ഇപ്പോൾ ആളുകൾക്ക് ഇത് ശീലമില്ല. പനയോല വിശറി തന്നെ ഇപ്പോൾ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പന തന്നെ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നീട് പനയോല വിശറി. അപ്പോൾ അതുകൊണ്ട് വിശറിയുമില്ല. കറണ്ട് പോയതാണ്. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും കോപാകുലരാകും, അസ്വസ്ഥരാകും. അവർ മറ്റ് പ്രതിഷേധത്തെക്കുറിച്ച് ആലോചിക്കും. മനോരമയാണെങ്കിൽ ദിവസവും മന്ത്രി കൃഷ്ണൻകുട്ടിയെ മുഖ്യമന്ത്രി വിജയനെയും പരിഹസിച്ചുകൊണ്ട് കേരളത്തിൽ അപ്രഖ്യാപിത പവർ കട്ട് എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ട്, സത്യത്തിൽ പവർ കട്ടല്ല ഇത്. സാധാരണ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യുച്ഛക്തി ഇപ്പോഴും ഉണ്ട്, അത്രയും പ്രസരണമുണ്ട്. പക്ഷേ കുഴപ്പം ആളുകളുടെ ഉപഭോഗം കൂടുതലായതുകൊണ്ട് ലൈവ് ട്രിപ്പായി പോകുന്നതാണ്. അപ്പോൾ അതിന് കൃഷ്ണൻകുട്ടി പറഞ്ഞതാണ് സത്യം. എന്നാൽ അത്യാവശ്യ സമയത്ത് അല്പം കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചതിന് കൃഷ്ണൻകുട്ടിക്ക് കൃത്യമായ മറുപടിയുമില്ല. വിദ്യുച്ഛക്തി ബോർഡിലെ എഞ്ചിനീയർമാരോട് പുള്ളി അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എഞ്ചിനീയർമാർ പുള്ളിക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത്രേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാടായ ആലുവയിൽ അരങ്ങേറിയ വ്യത്യസ്തമായ വളരെ സർഗാത്മകമായ ഒരു പ്രതിഷേധത്തെക്കുറിച്ചാണ്. ആലുവ വെസ്റ്റ് സെക്ഷൻ എന്ന ഒന്നുണ്ട് KSEBയുടെ. വെസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് തോട്ടക്കാട്ടുകരയാണ്. ആലുവ പുഴയുടെ വടക്ക് വശം മുനിസിപ്പാലിറ്റി തന്നെയാണ്. ഈ തോട്ടക്കാട്ടുകരയിൽ രാത്രി സമയത്ത് പെട്ടെന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ട്രിപ്പ് ചെയ്ത് പോയതായിരിക്കും. ജനങ്ങൾ അസ്വസ്ഥരായി. ചൂട് സഹിക്കാൻ പറ്റാതെ ജനം പുറത്തിറങ്ങി നേരെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് എത്തും. വെസ്റ്റ് സെക്ഷൻ ഓഫീസിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അവിടെയും കറണ്ടില്ല.
അവിടെ മാത്രമായിട്ട് കറണ്ട് ഉണ്ടാവില്ലല്ലോ. വീടുകളിൽ കറണ്ട് പോയാൽ ഇലക്ട്രിസിറ്റി സെക്ഷനിൽ കറണ്ട് പോകും. അവരും മെഴുതിരി കത്തിച്ച് കറണ്ട് വരാൻ വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സമരക്കാർ പ്രതിഷേധക്കാർ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇവർക്ക് ചിരി വന്ന് കാണും എന്ന് ഞാൻ വിചാരിക്കും. ഏതായാലും ജീവനക്കാർ ചിരിച്ചോ ചിരിച്ചില്ലോ എന്നറിയില്ല. അപ്പോൾ പ്രതിഷേധക്കാരുടെ മുമ്പിൽ ജീവനക്കാർ കൈമറത്തി. ഞങ്ങൾ വിചാരിച്ചാൽ നിവൃത്തിയില്ല, ഇത് പള്ളിവാസലിൽ നിന്ന് പോയ കറണ്ടാണ്, നമ്മൾ വിചാരിച്ചാൽ നമ്മൾ കൂട്ടിയാൽ കൂടില്ല. ഏതായാലും സമരക്കാർ വളരെ സർഗാത്മകമായ രീതിയിൽ ഇതിനോട് പ്രതികരിച്ചു എന്നുള്ളതാണ്. അവർ കയ്യിൽ കരുതിയിരുന്ന പൂത്തിരി ഇലക്ട്രിക്കൽ സെക്ഷന് മുമ്പിൽ കത്തിച്ചു. അങ്ങനെ പൂത്തിരിയുടെ വെളിച്ചത്തിൽ സമരക്കാരും അതുപോലെ ജീവനക്കാരും കൈകോർത്ത് ആലിംഗനം ചെയ്ത് സമരം അവസാനിപ്പിച്ചു. അപ്പോഴത്തേക്ക് കറണ്ട് വന്ന് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. പണ്ട് ഈ മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ ആളുകൾ കോപാകുലരായി ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെല്ലുകയും അവിടുത്തെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യും, അവരെ ദേഹോദ്രവം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വളരെ മോശമാണ്. കാരണം ഇലക്ട്രിസിറ്റി ഇല്ലാതാകുന്നത് ജീവനക്കാരുടെ കുറ്റക്കൊണ്ടല്ല, അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടുമാണ്. ഏതായാലും ആയുവക്കാരങ്ങനെയല്ല, സർഗാത്മകമായിട്ട് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് പൂത്തിരി കത്തിച്ച പ്രതിഷേധം നടത്തി. ഇത് നമുക്ക് ഓരോരുത്തർക്കും പറ്റാവുന്നതാണ്. എല്ലാ തവണ ഇലക്ട്രിക്കൽ സെക്ഷനിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ ഈ വേനൽക്കാലം തീരുന്നവരെ എല്ലാവരും വീട്ടിലും ലാത്തിരിയോ പൂത്തിരിയോ കമ്പിത്തിരിയോ എന്താ വെച്ചാൽ മേടിച്ച് വയ്ക്കുക. കറണ്ട് പോകുമ്പോൾ എഴുന്നേറ്റ് ആ കമ്പിത്തിരി കത്തിക്കുക. അങ്ങനെ 2 or 3 കമ്പിത്തിരി കത്തി തീരുമ്പോഴത്തേക്കും കറണ്ട് വരും. ഇനിയിപ്പോൾ കറണ്ട് വന്നവരെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റായി. വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ സന്തോഷമായി. കറണ്ട് വരുമ്പോൾ ഫാനിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. ഈ മാതൃക, ആലുവയുടെ മഹത്തായ ഈ മാതൃക പിന്തുടരാൻ കേരളത്തിലെമ്പാടുമുള്ള വിദ്യുച്ഛക്തി ഉപഭോക്താക്കളെ ഞാൻ ഈ വേളയിൽ ആഹ്വാനം ചെയ്യുന്നു, അഥവാ ഉപദേശിക്കുന്നു. നിങ്ങൾക്ക് പയറ്റി നോക്കാവുന്നതാണ്. അത്ര വലിയ ചിലവുള്ള കാര്യമല്ല. വിഷുവിന് വാങ്ങിച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത പടക്കക്കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ലാത്തിരി പൂത്തിരി കമ്പിത്തിരിക്ക് അപ്പുറത്തേക്ക് പോകരുത്. പടക്കം ഗുണ്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും.